ഹാത്തിമുൽ അസംബി റഹിമഹുല്ല അദ്ദേഹത്തോട് ജനങ്ങളൊന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമസ്കരിക്കാൻ സമയമായാൽ ഉളു എടുത്ത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് വെക്കും. എന്നിട്ട് അതിനുശേഷം എൻ്റെ വലത് ഭാഗത്ത് സ്വർഗവും എൻ്റെ ഇടത് ഭാഗത്ത് നരകവും, ഞാൻ നിൽക്കുന്നത് സിറാത്തിലാണെന്നും എൻ്റെ കൺമുൻപിൽ കഅബ ഉണ്ട് എന്നും ഈ നമസ്കാര ശേഷം എന്നെ പിടികൂടാൻ വേണ്ടി പുറകിൽ മലക്കുൽ മൗത്ത് ഉണ്ട് എന്നൊരു കൃത്യമായ ബോധത്തോടു കൂടി നമസ്കരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവസാനം പറയുന്നത്, അങ്ങനെ നമസ്കരിച്ചിട്ടും ഈ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ നമസ്കാരമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞു, ഓക്കെ, സെറ്റ് ആണെന്നുള്ളൊരു ഇതാണ്. നബി പറഞ്ഞ്, ഇദാ ഖുംത ഫീ സ്വലാത്ത് ഫസല്ലി സ്വലാത്ത മുവദ്ദഅ, നീ നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇത് നിന്റെ അവസാന നമസ്കാരമാണ് എന്ന രീതിയിൽ നീ നമസ്കാരം നിർവഹിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ അപ്പോൾ അത്രയും നമ്മൾ ആ നമസ്കാരത്തിൽ സമർപ്പിച്ചു, നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ആ നമസ്കാരത്തിൽ സമർപ്പിച്ചു. അങ്ങനെ നമസ്കരിച്ച ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുറേ ആൾക്കാരെ നമസ്കാരങ്ങൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു പേരിന് നിസ്കരിച്ചോ നിസ്കരിച്ച് അതിനു വേണ്ടി നിസ്കരിക്കുന്ന അതിര്. പിന്നെ നമസ്കാരങ്ങളൊക്കെ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്ത അതിരാ, ഓരോരുത്തർക്ക് ഓരോ നമ്മളൊക്കെ ഇമാമത്തൊക്കെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അതിൻ്റെ ഒരു അങ്ങനത്തെ ഓരോ അഭിപ്രായങ്ങളൊക്കെ